മൃതദേഹം മറവ് ചെയ്യുന്നത് ശുചീകരണ തൊഴിലാളി മൃതദേഹം മറവ് ചെയ്യുന്നത് കണ്ടു എന്ന വെളിപ്പെടുത്തൽ വരുമ്പോൾ അത് ഈ കേസിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. കാരണം ഇത്രയും നാൾ ഈ ഒരൊറ്റ മൊഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ 100-ലേറെ മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുണ്ട് എന്നൊരൊറ്റ മൊഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ സാധൂകരിക്കാൻ പറ്റുന്ന തെളിവുകൾ ഹാജരാക്കാമെന്ന് പറഞ്ഞിട്ടും അതിൽ പോലീസ് മെല്ലെപ്പോക്കാണ് തുടർന്നിരുന്നത്. ഒടുവിൽ DGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വന്നതിന് ശേഷമാണ് അന്വേഷണം തുടങ്ങിയത്. ഇപ്പോൾ ഇതാ ഇയാൾ മറവ് ചെയ്യുന്നത് കണ്ടു എന്ന് അവകാശപ്പെട്ട് 5-ലധികം പേർ ഇപ്പോൾ SITയെ സമീപിച്ചിരിക്കുന്നു എന്നതാണ്. ഒരുപക്ഷെ ബൈജു, ഇപ്പോൾ ഈ കേസിൽ മുന്നോട്ട് വരുന്ന തെളിവുകൾ വരുന്നു, അല്ലെങ്കിൽ കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടുന്നു, എല്ലാവരും ഈ വാർത്ത ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വരുന്നു. അപ്പോൾ ഈ പ്രദേശവാസികൾക്ക്, ഇപ്പോൾ ഈ മൊഴി നൽകിയ പ്രദേശവാസികൾക്കൊരു ആത്മവിശ്വാസം അത് പൊതുവെ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? ആ മേഖലയിൽ ഇത്രയും കാലം ഒറ്റയ്ക്ക് പൊരുതിക്കൊണ്ടിരുന്ന ആക്ഷൻ കൗൺസിലിനൊക്കെ ഇത് എത്രത്തോളം ധൈര്യം പകരുന്നുണ്ട് കൂടുതൽ പേർ രംഗത്ത് വരുന്നത്? ശ്രീജ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണത്. ഇപ്പോൾ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്നു എന്നത് തന്നെയാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ വഴിത്തിരിവ്. അതോടൊപ്പം കൂടുതൽ പേർ സാക്ഷികളായി, അതായത് ഒരുപക്ഷെ ഇതുവരെ പുറത്ത് പറയാൻ മടിച്ച ആളുകൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വരുന്നു, പരാതിയുമായും തെളിവുമായും മുന്നോട്ട് വരുന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. അതായത് 4ഓളം പുതിയ പരാതികൾ വന്നിരിക്കുന്നു. അതിൽ തിരോധാനമുണ്ട്, ദുരൂഹ മരണങ്ങളുണ്ട്, ആത്മഹത്യ എന്ന് പോലീസ് എഴുതിത്തള്ള കേസുകൾ വരെയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നത് ഈ കേസന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാകും. അതായത് ശുചീകരണ തൊഴിലാളിയിൽ മാത്രം ഒരു ഏക സാക്ഷിയിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു കേസിൽ കൂടുതൽ തെളിവുകൾ വരുന്നത് ഈ കേസിനെ ബലപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു പക്ഷേ ഇനി കൂടുതൽ ഇടങ്ങളിലേക്ക് പരിശോധന നടത്താൻ അത് പ്രചോദനമാകും, അതല്ലെങ്കിൽ അത്തരത്തിൽ സമ്മർദ്ദത്തിലാകും എന്ന് പറയേണ്ടി വരും. ഇനിയിപ്പോൾ ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്ത് ഈ ശുചീകരണ തൊഴിലാളി അത് മാർക്ക് ചെയ്യാത്തൊരു സ്ഥലമാണ്. അവിടെ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ വലിയ തോതിൽ മൃതദേഹങ്ങൾ ഇട്ടിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. ആ പ്രദേശം ഒരുപക്ഷെ ഇന്ന് 13, ഇത് ഉച്ചയോടുകൂടി ഈ 13 മാർക്ക് ചെയ്ത സ്ഥലം ഒരുപക്ഷെ പൂർത്തിയായേക്കാം, ഇത് പരിശോധന പൂർത്തിയായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരു ദിവസം 2 സ്ഥലങ്ങൾ 2 പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്താൻ സാധിച്ചത്. 11:30 കൃത്യം സംഘമെത്തും, 6:30 ഈ പരിശോധന പൂർത്തിയാക്കും. അങ്ങനെ ഒരു രീതിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഒരു ദിവസം മാത്രമാണ് 11ാമത്തെ പോയിന്റിൽ പരിശോധന നടത്താതെ യാദൃശികമായി വനത്തിനകത്ത് പോവുകയും അവിടെ നിന്നും ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന ഫോറൻസിക് പരിശോധനാ ഫലം, അത് പ്രാഥമികമായുള്ള പരിശോധനാ ഫലമാണ്. അത് എത്രത്തോളം പഴക്കമുള്ളതാണ്, ഇത് എത്ര സ്ത്രീയുടെ പുരുഷൻ്റേത്, അതെല്ലാം ഇതിൽ നിർണായകമാണ്, വളരെ നിർണായകം. ഇത് എത്രത്തോളം പഴക്കമുണ്ട് എന്നതാണ്. ആ കാര്യങ്ങൾ ഏതായാലും പുറത്തു വരാനുണ്ട്. അതും ഉടൻ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസിൽ എല്ലാ തെളിവുകളും പോലീസ് വളരെ വേഗത്തിൽ ഉണ്ടാക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് ജൂലൈ 3-നാണ് ശുചീകരണ തൊഴിലാളി ആദ്യം ധർമ്മസ്ഥല പോലീസിൽ പരാതി നൽകുന്നത്. ജൂലൈ 4-ന് കേസെടുക്കുന്നു, പക്ഷേ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ ജൂലൈ 19-ന് ഈ SIT, അതായത് DGPയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള SITയെ രൂപീകരിക്കുന്നു. SIT രൂപീകരിച്ചതിന് ശേഷം വളരെ വേഗത്തിലായിരുന്നു അന്വേഷണം മുന്നോട്ട് പോയത്. അതായത് ഇത് കുഴിച്ചു പരിശോധിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ 13 ഇടങ്ങളിൽ മാർക്ക് ചെയ്യുന്നു. കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകളോടെ വളരെ രഹസ്യ സ്വഭാവത്തിൽ ഈ പരിശോധന നടക്കുന്നു. ഇതിൽ ഇന്ന് നിർണായകമാവുക 14ഉം 15ഉം പോയിന്റാണ്. ആ 14ഉം 15ഉം പോയിന്റ് വരുന്നത് സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റുകളിലാണ്. ആരോപണ വിധേയനായ വ്യക്തിയുടെ എസ്റ്റേറ്റിലും 14ാം പോയിന്റ് വരുന്നുണ്ട്. ആ മേഖലകൾ കേന്ദ്രീകരിച്ച് ഇന്ന് പരിശോധന നടത്തുമോ? അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് ഇയാളുടെ മൊഴി. അതായത് 70 ഇടങ്ങൾ ഈ ഭാഗത്ത് ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിൽ 70 ഇടങ്ങളിൽ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ടെന്നാണ് മൊഴി. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അനന്യ ഭട്ടിന്റെ മൃതദേഹം ഇവിടെ നിന്നും കണ്ടെത്താൻ കഴിയുമോ എന്നതാണ്. അത് തന്നെയാണ് SIT ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ആ അസ്ഥികൂടവും അതോടൊപ്പം ലഭിച്ചിരിക്കുന്ന അസ്ഥികളും അതിൽ ഏതെങ്കിലും ഒന്ന് അനന്യ ഭട്ടിന്റെ അമ്മയുടെ DNA-യുമായി മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കേസിൽ തന്നെ അത് വലിയ വഴിത്തിരിവാകും. അതുപോലെ ഈ കേസിൽ ആരോപണ വിധേയരായവരെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് SIT കടക്കാൻ സാധിക്കും.
അതാണ് SIT പ്രധാനമായി ഇപ്പോൾ നോക്കുന്നത്. പരാതിയുള്ള ഒരു കേസിൽ ആ ഒരു മൃതദേഹാവശിഷ്ടം അല്ലെങ്കിൽ ആ മൃതദേഹങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നതാണ് SIT പരിശോധിക്കുന്നത്. ശുചീകരണ തൊഴിലാളിക്ക് കൃത്യമായി അനന്യ ഭട്ടിൻ്റെ കൃത്യമായ രൂപസാദൃശ്യം നേരത്തെ തന്നെ ഈ അമ്മ സുജാത ഭട്ട് നൽകിയിരുന്നു. അതോടൊപ്പം SITക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും അന്ന് ഉടുത്തിരുന്ന വസ്ത്രം ഏത് രൂപസാദൃശ്യം ഒക്കെ SITക്ക് നൽകിയിരുന്നു. അങ്ങനെയുള്ളൊരു മൃതദേഹം ഇവിടെ സംസ്കരിച്ചു എന്നാണ് ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിരിക്കുന്നത്. അതാണ് പെട്ടെന്ന് വനത്തിനകത്തേക്ക് ഒരു പരിശോധന നടത്താൻ കാരണം. അവിടെ ആയിരിക്കാമോ ഈ അനന്യ ഭട്ടിനെ ഇത്തരത്തിൽ സംസ്കരിച്ചെന്ന ഒരു സൂചനയൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ നമുക്ക് കൃത്യമായ ഒരു സ്ഥിരീകരണമോ അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായ ഒരു വിവരമോ പുറത്തു വരാത്തതുകൊണ്ടാണ് ആ വാർത്ത നമ്മൾ പുറത്തുവിടാത്തത്. അത് ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നവരെ കാത്തിരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ കൂടുതലിടങ്ങളിൽ പരിശോധിക്കുമ്പോൾ അതിനുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കേണ്ടി വരും. ഒരു ഷൂസ് ധരിച്ച ഇത്തരത്തിൽ ഒരു കുട്ടിയെ ഇത്തരത്തിൽ സംസ്കരിച്ചു താൻ എന്നാണ് ഈ മേഖലകളിൽ അതിൽ 11 മുതൽ 11-12 വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം. ഈ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സംസ്കരിച്ചിട്ടുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ അനന്യ ഭട്ടിൻ്റെ മൃതദേഹം ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് പ്രധാനമായും അന്വേഷണ സംഘം നോക്കുന്നത്. കൂടുതൽ ഈ കേസിനെ ബലപ്പെടും. അങ്ങനെ ഒരു മൃതദേഹാവശിഷ്ടം ലഭിക്കുകയാണെങ്കിൽ അത് ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ വളരെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയും. കാരണം അതിൽ പരാതിക്കാരുണ്ട്, ഒപ്പം പരാതിക്കാരുടെ DNA സാമ്പിൾ പരിശോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ DNA പരിശോധനാ ഫലം മാച്ച് ചെയ്യുകയാണെങ്കിൽ അമ്മ സുജാത ഭട്ടിൻ്റെ DNA പരിശോധനാ ഫലം മാച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അനന്യ ഭട്ടിൻ്റെ ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ പുറത്തു വരും എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ 13 എന്ന പോയിന്റാണ് ഇന്ന് ഈ ആദ്യഘട്ടം നടക്കുന്ന ഈ തെരച്ചിലിൽ മണ്ണ് കുഴിച്ചുള്ള തെരച്ചിലിലെ ഏറ്റവും അവസാനമായി മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ്. ഈ പോയിന്റ് വളരെ നിർണായകമാണ്. ഒരുപാട് മൃതദേഹങ്ങൾ ഈ ഭാഗത്ത് കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് ഈ മൊഴി. ശുചീകരണ തൊഴിലാളി ഇതിൻ്റെ തൊട്ടടുത്താണ് ഈ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൂടുതൽ രാത്രികാലങ്ങളിലൊക്കെ ഇവിടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, സ്ത്രീകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഇവിടെ കുഴിച്ചിട്ടുണ്ടെന്നാണ്, ഈ മണ്ണിൽ കുഴിച്ചിട്ടുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളിയുടെ മൊഴി. എത്രത്തോളം പ്രായോഗികമാണ് ഈ ഇവിടെ മണ്ണ് കുഴിച്ചുള്ള പരിശോധന എന്ന് അത് നമുക്ക് അല്പസമയം കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. കാരണം ഈ റോഡ് വളരെ ചെറിയൊരു വഴിയായിരുന്നു, പിന്നീട് അത് മണ്ണിട്ട് ഇത്തരത്തിൽ ഉയരം കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നല്ല താഴ്ചയിലേക്ക് ഈ പരിശോധന നടത്തേണ്ടി വരും. അത് JCB ഉപയോഗിച്ചല്ല മണ്ണ് നീക്കുന്നത്. അങ്ങനെ നീക്കിയാൽ ഈ അസ്ഥി വളരെ പഴക്കമുള്ള അസ്ഥികളാണെന്ന് വെളിപ്പെടുത്തലിലൂടെ തന്നെ അത് തെളിവുകൾ നശിക്കാൻ സാധ്യതയുണ്ട്. തൊഴിലാളികൾ ഉപയോഗിച്ച് വളരെ സാവധാനമാണ് പരിശോധന. ഒരുപക്ഷെ ഇവിടെ ഒരു ദിവസം തന്നെ ഇന്ന് എടുത്തേക്കാം. ഇത്ര വലിയൊരു സ്പോട്ട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അതെല്ലാം വളരെ ചെറിയ സ്പോട്ട്, ഒരു മൃതദേഹം അല്ലെങ്കിൽ 2-3 മൃതദേഹങ്ങൾ സംസ്കരിച്ചു എന്ന് പറയുന്നതാണ്. ഇവിടെ കൂട്ടമായി സംസ്കരിച്ചു എന്ന് പറയുന്ന സ്ഥലമാണ്. അതിൽ ഇത്തരത്തിൽ ആളുകൾ കൊണ്ട് ഏൽപ്പിച്ച മൃതദേഹങ്ങളുണ്ട്. ഒപ്പം ഈ നേത്രാവതി പുഴയിൽ ഇത്തരത്തിൽ ഒരുപാട് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ ഒഴുകി വരാറുണ്ടായിരുന്നു. അത്തരം മൃതദേഹങ്ങളും ഈ ഒരു ഭാഗത്ത് സംസ്കരിച്ചിട്ടുണ്ട് എന്നാണ് ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഇന്നത്തെ പരിശോധന 2 തരത്തിൽ നിർണായകമാണ്. ഒന്ന്, ഇവിടെ നിന്നും എത്ര വസ്തുക്കൾ ഏതെല്ലാം അവശിഷ്ടങ്ങൾ കിട്ടുന്നു, മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടുന്നു. അതോടൊപ്പം SITയുടെ നീക്കം ഇനി എന്ത്? നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് നേത്രാവതി പുഴയാണ്. സ്നാനഘട്ടയ്ക്ക് തൊട്ട് സമീപമുള്ള നേത്രാവതി പുഴയാണ്. ഇവിടെ ആദ്യം നമ്മൾ എത്തുമ്പോൾ ആ പുഴയുടെ ഭാഗത്ത് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. വലിയ തോതിൽ ഭീഷണി നേരിട്ടൊരു പ്രദേശമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെ ഇത്തരത്തിൽ ഒരുപാട് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇതിനകത്തെല്ലാം പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അല്പസമയത്തിനകം ഈ പ്രവൃത്തി തുടങ്ങിയാൽ, മണ്ണ് കുഴിച്ചുള്ള പരിശോധന തുടങ്ങിയാൽ നമ്മൾ ഇവിടുന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടാവും. മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ മാറ്റി ഇവിടെ മറച്ചു വെച്ചുകൊണ്ടായിരിക്കും ഈ പരിശോധന നടക്കുക. ഏതെങ്കിലും തരത്തിൽ പരിശോധനാ ഘട്ടത്തിൽ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ കൃത്യമായി നിർദ്ദേശം DGP SIT ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. DGP ഇന്ന് ഉച്ചയോടുകൂടി ഇവിടെ എത്തുവാണെങ്കിൽ ഇത് സംബന്ധിച്ച് ഇതുവരെയുള്ള ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തുവിട്ടേക്കാം. അത് വളരെ നിർണായകമാണ്. എത്രത്തോളം തെളിവുകൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട്, ഈ കേസിന് എങ്ങനെയാണ് DGP എത്തുകയാണെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമോ എന്നത് നമുക്ക് ശ്രദ്ധയോടെ നോക്കാം. എന്തായാലും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് ധർമ്മസ്ഥലയിലെ അന്വേഷണം എത്തിയിരിക്കുകയാണ്. 2 പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളാണ് ഇന്നത്തെ ദിവസം ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, പ്രാഥമിക ഫോറൻസിക് ഫലം പുറത്തു വരുമ്പോൾ അത് 1-ലേറെ മനുഷ്യരുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ്. ഒരു പൂർണ്ണ അസ്ഥികൂടത്തിനൊപ്പം ഒരു തലയോട്ടി കൂടിയുണ്ട്, കുറേ അസ്ഥികളുണ്ട്. അപ്പോൾ അത് 1-ലധികം പേരുടേതാണെന്ന് സ്ഥിരീകരിക്കപ്പെടുന്നു. മറ്റൊന്ന്, ഈ ശുചീകരണ തൊഴിലാളി മൃതദേഹം മറവ് ചെയ്യുന്നത് കണ്ടു എന്ന സാക്ഷി മൊഴിയുമായി 5-ലധികം പേർ ഇപ്പോൾ SITയെ സമീപിച്ചിരിക്കുന്നു എന്നതാണ്. ഈ 2 ഡെവലപ്മെൻറ്റും പ്രധാനമാണ് ഈ കേസിനെ സംബന്ധിച്ച്. ഈ 13ാമത്തെ പോയിന്റിൽ ഇനി പരിശോധന നടത്തുമ്പോൾ എന്തൊക്കെ നിർണായകമായ തെളിവുകൾ കിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.